ടി.വി. സരസ്വതി വിലാസം ഉദയംപൂജ സംഘത്തിന്റെ ഉദയംപൂജ ഭക്തിസാന്ദ്രമായി. എല്ലാ വർഷവും മീനം മേടം മാസങ്ങളിലെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഉദയംപൂജയ്ക്കായി തിരഞ്ഞെടുക്കാറ്. പ്രധാനാനുഷ്ഠാനങ്ങളുടെ പ്രത്യേക ദ്രവ്യങ്ങൾ ചേർത്ത് വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുന്ന അപ്പം ആദ്യത്തിന് നിവേദിക്കുന്നതാണ് ഇതിലെ പ്രധാന ചടങ്ങ്. കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ കൊയ്ത്തുകഴിഞ്ഞ പാടശേഖരങ്ങളാണ് ഉദയംപൂജയ്ക്കായി തിരഞ്ഞെടുക്കാറുള്ളത്. ക്ഷേത്രങ്ങളുടെ പരിസരവും പൂജയ്ക്കായി തിരഞ്ഞെടുക്കാറുണ്ട്. ബ്രഹ്മഹത്യാപാപത്തിന് പരിഹാരമായാണ് ഉദയംപൂജ നടത്തുന്നതെന്നാണ് ഐതിഹ്യം. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സരസ്വതി വിലാസം ഉദയംപൂജ സംഘത്തിന്റെ ഉദയംപൂജയിൽ പങ്കെടുത്തത്. സരസ്വതി ദേവീക്ഷേത്ര മൈതാനിയിൽ നടന്ന ഉദയംപൂജയിൽ ശ്രീ ലാലു വേട്ടാട്ട്, പ്രമോദ് ആവള്ളിൽ, ബാബു കിഴക്കേ തയ്യത്ത്, പ്രകാശൻ സരസ്വതിയും, ബൈജു രോഹിണി നിലയം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് ഒരു പ്രായശ്ചിത്ത പൂജയായിട്ടാണ് ഈ വൈക്കം താലൂക്കിൻ്റെയും ചേർത്തല, ആലപ്പുഴ തുടങ്ങിയ മേഖലയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പൂജയാണ്. ബ്രഹ്മഹത്യാപാപം തീർക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു ആചാര അനുഷ്ഠാന കർമ്മമായിട്ടാണ് ഉദയം പൂജ നടത്തി വരുന്നത്. ഈ ഉദയം പൂജയുടെ ആവിർഭാവത്തിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് ചെത്തുകാരൻ, അതായത് തെങ്ങിൻ കള്ള് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല അതിൻ്റെ നവരസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മധുര പാനീയമാണ്. അത് ചെത്തുകാരൻ ഭഗവാൻ ശ്രീ പരമേശ്വരന് സമർപ്പിച്ചതിൽ നിന്ന് അതിൻ്റെ ആ ഒരു നമ്പൂതിരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇടനിലക്കാരനായ കാർമ്മികൻ വഴിയാണ് അത് സമർപ്പിച്ചിരുന്നത്. ആ സമർപ്പണത്തിൽ അല്പം വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ ആ നമ്പൂതിരിയെ അല്ലെങ്കിൽ ആ ബ്രഹ്മജ്ഞാനിയെ ഒരു വധിക്കുവാനുണ്ടായ സാഹചര്യത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു അനുഷ്ഠാനമാണ്. ആ ബ്രഹ്മഹത്യാഭാവം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ഈ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ആചാര അനുഷ്ഠാനപരമായിട്ട് വിവിധ കർമ്മങ്ങളോട് കൂടി നടത്തപ്പെടുന്ന ഒരു അനുഷ്ഠാന കർമ്മമാണ്.